മനുഷ്യന്റെ മനസ്സങ്ങനെയാണ്. നമുക്ക് ഇന്ന് നന്നാവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് ആ ഒരു നിയ്യത്ത് നമ്മൾ എടുക്കുക. ജുമാ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിയ്യത്ത് എടുക്കണം. അല്ലാഹുവേ അസ്റിൽ ഞാൻ ഇനി പള്ളിയിൽ വന്നേക്കാം, അസ്ർ ഞാൻ ഇനി പള്ളിയിൽ വന്ന് നിസ്കരിക്കാം, മഗ്രിബ് ഞാൻ ഇന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കാം, ഇശാ ഞാൻ ഇന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കാം, സുബഹി ഞാൻ ഇന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കാം എന്നുള്ള നിയ്യത്തിൽ വേണം നമ്മൾ പോയേണ്ടത്. 5 വഖത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ മാത്രമല്ല അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, 5 വഖത്ത് നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം സുബഹി നമസ്കാരമാണ്. സുബഹി നമസ്കാരമാണ്. പള്ളിയുടെ മിനാരത്തിൽ നിന്നും ബാങ്കിന്റെ ധ്വനി എങ്ങനെ മുഴങ്ങുകയാണ്, ഹയ്യ അലസ്സലാ വിജയത്തിലേക്ക് കടന്നു വരണേ, വിജയത്തിലേക്ക് കടന്നു വരണേ. സ്നാനത്തിലേക്ക് നിങ്ങൾ മുഴങ്ങണേ, നിങ്ങൾ നമസ്കരിക്കണേ. സുബഹിന്റെ ബാങ്കില പ്രത്യേകമായി മുഴങ്ങുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ബാങ്കിന്റെ തുണിയത പള്ളി മിനാരത്തിൽ നിന്ന് മുഴങ്ങുമ്പോ ശൈത്താന്റെ പിടിയിൽ പെട്ടുപോയവരായ ആളാണെങ്കിൽ, ശൈത്താന്റെ പിടിയിൽ പെട്ടുപോയ ആളാണെങ്കിൽ ഒന്നും കൂടെ പുറത്തു മൂടിക്കിടന്നുറങ്ങുകയാണ്. അല്ലാതെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയത് അങ്ങനെയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയത് അങ്ങനെയാ, അല്ലാഹുമ്മ റസൂലനാ ഷഹാദതഹു ഫീ സബീലില്ലാഹ്. അങ്ങോട്ട് ഞാൻ കടന്നു വരാം. അല്ലാഹുമ്മ റസൂലനാ ഷഹാദതഹു ഫീ സബീലില്ലാഹ്. അല്ലാഹുവേ, എനിക്ക് നിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി നടക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണമേ അല്ലാഹ് എന്നാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ദുആ ചെയ്തത്. മഹാനവറുകൾ പോലും ദുആ ചെയ്തത് അങ്ങനെയാണ്, വാപ്പ അല്ലാഹുമ്മ റസുഖുനാ ഷഹാദതൻ ഫീ സബീലില്ലാഹ്, നിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണമേ അല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്, പരിശുദ്ധമായ സൂറത്തിന്റെ ബാങ്കിന്റെ ധ്വനി എങ്ങനെ മുഴങ്ങുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായ ഒരു കാര്യം അതാണ്, എത്രയോ ശ്രേഷ്ഠമാണ് നമസ്കാരങ്ങളോ, ഉറക്കത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് നമസ്കാരങ്ങളോ, ഉറക്കത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് നമസ്കാരം. ഉറക്കമൊന്നുമല്ല ആരെയും പരിഹസിക്കാനോ ആരെയും വേദനിപ്പിക്കാനോ വേണ്ടി പറയുന്നതല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരം എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നിസ്കാരം ഫർദാണ്. നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. അതേപോലെ ചേർത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്, നമ്മൾ അതിനെ വല്ലാതെ നിസ്സാരവൽക്കരിക്കുകയാണ്. അത് പാടില്ല എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫർദാക്കി തന്ന നമസ്കാരം, ആ നമസ്കാരം നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണ്ടേ. അല്ലാഹു തആല അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തിനധികം നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും നിസ്കാരത്തെ മുടക്കാത്ത ഒരു വ്യക്തിയാണ്. ഒരു വഖത്തും അല്ലാഹുവിനെ ഓർത്ത് ജീവിച്ച ഒരു മനുഷ്യനാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു മനസ്സാണ്, ആ ഒരു ഇഖ്ലാസാണ്, ആ ഒരു ഈമാന്റെ പവറാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ആവശ്യം. സുബഹി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ സുബഹി നമസ്കരിക്കുകയാണ് എങ്കിൽ, ഒരു വ്യക്തി സുബഹി നമസ്കരിക്കുകയാണ് എങ്കിൽ, അല്ലാഹു റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു വ്യക്തി സുബഹി നമസ്കരിക്കുകയാണ് എങ്കിൽ ഒരു മനുഷ്യൻ അത് അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നമസ്കരിക്കണം.
അള്ളാന്റെ പള്ളിയിൽ വന്നൊരു വ്യക്തി അവര് ജമാഅത്തോടു കൂടി സുബഹി നമസ്കരിക്കുകയാണ് എങ്കിൽ അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഫീ ദിമ്മത്തില്ലാഹി, അവൻ അല്ലാഹുവിന്റെ ദിമ്മത്തിലാണ്, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ സൗഭാഗ്യം അതല്ലേ എന്റെ പ്രിയമുള്ളവരെ? അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സൗഭാഗ്യം നമുക്ക് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, സുബഹി നമസ്കാരം എന്ന് പറയപ്പെടുന്നത് നിസ്സാരവൽക്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമല്ല. മൻ സ്വല്ല സ്വലാത്തൽ സുബ്ഹി, ഒരു വ്യക്തി സുബഹി നമസ്കരിക്കുകയാണെങ്കിൽ ഫീ ദിമ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അള്ളാന്റെ പള്ളിയുമായി ബന്ധപ്പെടണം. അള്ളാന്റെ പള്ളിയിൽ വന്ന് ഒരു വക്കത്ത് സുബഹി നമസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്ക് നൽകുമാറാകട്ടെ. അവന്റെ അന്നത്തെ എല്ലാ കാര്യങ്ങളും അള്ളാഹ് ഏറ്റെടുക്കുകയാണ്. അവന്റെ എന്റെ പ്രിയമുള്ള സഹോദരൻ, എന്റെ പ്രിയമുള്ള വാപ്പന്മാരും ചിന്തിക്കണം, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ദിവസം സുബഹി നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹ് ഏറ്റെടുക്കുകയാ. കച്ചവടത്തിന് നമ്മൾ പോവുകയാണ്, കച്ചവടത്തിന് നമ്മൾ മറ്റുള്ള ജോലിയിലേക്ക് നമ്മൾ ഏർപ്പെടുകയാണ്. ആ ജോലിയിലേക്ക് അല്ലാഹു തആല ഒരു പ്രത്യേകമായ ഒരു ബറക്കത്ത് അല്ലാഹു തആല അതിലിറക്കുകയാണ്. അതാണ് സുബഹിന്റെ പവർ. സുബഹി നിസ്കാരത്തെ മുടക്കാൻ സുബഹിക്കാണ് ഇത്രയും ശ്രേഷ്ഠതയുണ്ട് എങ്കിൽ ളുഹർ, അസ്ർ, മഗ്രിബ്